ഉണ്ണി സ്റ്റേജിൽ വിളിച്ചിട്ട് രഞ്ജിനി ഇങ്ങനെ സംസാരിക്കുകയാണ്. രഞ്ജിനി ഹരിദാസ് ഇങ്ങനെ ഉണ്ണിനെ പറ്റി ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യായിരുന്നു. ഉണ്ണി ആക്ടറാണ്, പ്രൊഡ്യൂസറാണ്. ഉണ്ണി പ്രൊഡ്യൂസർ മാത്രമല്ല, എന്താണ് സിംഗർ. പാട്ട് പാടാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഉണ്ണിക്ക് ഭയങ്കര ഇഷ്ടം. ഉണ്ണി ഇവിടെ വന്നിരുന്നു, നമ്മുടെ ഷോയിൽ വന്നിട്ടുണ്ട്. ഹീസ് വെരി സ്വീറ്റ്, യുനോ. കാണാൻ ഭയങ്കര ജിമ്മും ഭയങ്കര സ്മാർട്ട്, അപ്പൊ എനിക്ക് ധ്യാൻ എനിക്ക് ഭയങ്കര രണ്ട് സിനിമ ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് സിനിമയിൽ ഞാൻ കണ്ടത് ധ്യാനാണെങ്കിൽ ഭയങ്കര സീരിയസ് ആയിട്ടാണ് സെറ്റിൽ വരുമ്പോ. ഈ കളി ചിരിയൊക്കെ ഉണ്ടെങ്കിലും ആക്ഷൻ പറയുമ്പോൾ ഹീസ് എ ഡിഫറെന്റ് പേഴ്സൺ. ആക്ച്വലി ഐ ഹാവ് എ വെരി ക്ലോസ് സർക്കിൾ ഓഫ് ഫ്രണ്ട്സ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ പെട്ടെന്ന് എല്ലാവരും ക്ലോസ് ആവുന്ന വെച്ചാൽ നോട്ട് നെസസറി അവരെല്ലാവരും നമ്മുടെ ഗുഡ് ഫ്രണ്ട്സ് ആണ്, അല്ലെങ്കിൽ ലൈക് ക്ലോസ് ഫ്രണ്ട്സ്, മനസ്സിലായി. ബിക്കോസ് അപ്പോൾ അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് സമയം എടുത്തു. ഐ മീൻ നൗ ഐ നോ. ചെറുപ്പം മുതലുള്ള ഇപ്പൊ നമ്മളെന്നും വിളിച്ചില്ലെങ്കിൽ എൻ്റെ കോളേജ് ഫ്രണ്ട്സ് ഉണ്ട്, വല്ലപ്പോഴേ നമ്മൾ സംസാരിക്കുള്ളൂ, പക്ഷെ they always there in my heart. സത്യം പറഞ്ഞ I am a very like എന്താ പറയാ, എക്സ്ട്രോവേർട്ട് ആയ ഒരു ഇൻട്രോവേർട്ട് ആണ്. Because എന്താ ഒരു like I don't know how to explain, like I like being by myself. Then it's my friends who actually take the effort of like they come and they like okay baba namukku idu cheyavam. Then I just ഇരിക്കാൻ പറ്റും ദിവ്യ? Weeks. Seriously? Yeah. വിജയകരമായ ജീവിതത്തേക്കാൾ തൃപ്തികരമായ ജീവിതമാണ് നമുക്ക് എല്ലാവർക്കും നല്ലത്, അല്ലേ? കാരണം നമ്മുടെ ജീവിത വിജയം അളക്കുന്നത് നമ്മളല്ല, മറ്റുള്ളവരാണ്. അതേസമയം നമ്മുടെ തൃപ്തികരമായ ജീവിതം എത്രത്തോളം തൃപ്തിയാണെന്ന് അളക്കുന്നതോ അത് നമ്മുടെ സ്വന്തം മനസ്സ് തന്നെയാണ്. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നേടിയെന്ന് പറഞ്ഞാലും നമ്മുടെ മനസ്സിനൊരു തൃപ്തി വന്നില്ലെങ്കിൽ ഈ നേടിയതിനകത്തൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല, അല്ലേ? നമ്മുടെ ഹൃദയം തുറപ്പിക്കുന്ന പുഞ്ചിരിയുടെ വിശാല കഥകളുമായി ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ഇന്ന് നമ്മുടെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുള്ളിൽ നമ്മുടെ കൂടെയുള്ളത് ആരാന്നറിയോ? ഈ പുഞ്ചിരി തന്നെ മുഖശ്രീയാക്കി മാറ്റിയ, എപ്പോ നോക്കിയാലും മുഖത്ത് നല്ലൊരു പുഞ്ചിരിയുമായിട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നമ്മുടെ പ്രിയ നായിക ദിവ്യ പിള്ള. ദിവ്യ, യെസ്, വെൽക്കം ടു ദ ഷോ. ഓക്കെ, ഇരുന്നോ. യൂഷ്വൽ പോലെ തന്നെ നല്ല സുന്ദരിയായിട്ടിരിക്കണം. നൈസ് ഡ്രസ്. താങ്ക് യു. ദിവ്യയുടെ അടുത്ത് എനിക്ക് ആദ്യം ചോദിക്കേണ്ടത് ഒരു കാര്യം. ദിവ്യ എപ്പോഴും എനിക്ക് കുറച്ച് നാളുകളായിട്ട് അറിയാം, എത്രയല്ല കുറച്ച് നാളുകളായിട്ട് അറിയുമ്പോഴെല്ലാം ദിവ്യ നല്ല ചിരിച്ച് നല്ല ഇത് തന്നെയാണ്. പക്ഷെ ദിവ്യയുടെ ശബ്ദമൊന്ന് പുറത്തേക്കൊന്ന് കേൾക്കണമെങ്കിൽ എത്ര ഇങ്ങനെ ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടാണ് എപ്പോഴും. ഞാൻ എന്നെ പോലെ ഒരു രീതിയിൽ ഒന്ന് അലറി വിളിക്കാൻ പറഞ്ഞാൽ ദിവ്യക്ക് പറ്റേ ഇല്ല, അല്ലേ? അങ്ങനല്ല, ലൈക്ക് നമ്മളിപ്പോ ഒരു ഇന്റർവ്യൂല് വരുമ്പോ അല്ലെങ്കിൽ നമ്മള് പൊതുവെ ഒരു നെർവസ്നെസ്സും ഒരു ഇങ്ങനെ അതുകൊണ്ട് അല്ലെങ്കിൽ ഭയങ്കര ലൗഡാണ്. ലൗഡ് എന്ന് ഒരു രീതിയിൽ ലൈക്ക് എന്റെ ഫ്രണ്ട്സിനൊക്കെ കൂടെ ഇരിക്കുമ്പോ തമാശയൊക്കെ പറയുമ്പോ ലൈക്ക് അവരുടെ കൂടെ അങ്ങനെ ലൗഡ് എന്ന് പറയാൻ പറ്റില്ല എങ്കിലും കുറച്ച് ഇതാണ്, അല്ലേ? പിന്നെ ഇന്റർവ്യൂലേക്ക് വരുമ്പോ കുറച്ചും കൂടെ ഒന്ന് റിസർവ്ഡ് ആവുന്ന പോലെ എന്തോ ഒരു നമ്മള് കൊറേ ക്യാമറാസും ഒക്കെ സിനിമയില് കുഴപ്പമില്ല, നമ്മൾ ആ ക്യാരക്ടറിലേക്ക് മാറുമ്പോ ഇതാ. പക്ഷെ ഇത് നമ്മൾ തന്നെയല്ലേ കോൺഷ്യസ് ആവുന്നതിന്റെ ഇത്. ഓക്കെ, ശരി. അപ്പൊ ഇവിടെ നമുക്ക് ആ ഒരു രീതിയിലൊന്നും വേണ്ട. എന്നെ അറിയാലോ, നമ്മൾ തമ്മിൽ പരിചയമുള്ളതാണ്. നമ്മൾ വെറുതെ നമ്മുടെ വീട്ടിലിരുന്ന് സംസാരിക്കാൻ ആ ഒരു ഇത് മാത്രം ചിന്തിച്ചാൽ മതി. ഓക്കെ, മാക്സിമം ദിവ്യ രമ്യ മാത്രം, വേറെ ഒന്നുമില്ല ഇവിടെ. ഇനി ദിവ്യ, നമ്മുടെ ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇത് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ഇതിന് ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോട് ദിവ്യയുടെ ഒരു അപ്രോച്ച് എങ്ങനെ, അല്ലെങ്കിൽ ദിവ്യയുടെ മനസ്സ് എന്താ പറയണത്? It's very colorful and very eventful, but it's not beautiful. It is. There are moments where it is very beautiful. There are moments where there is എപ്പോഴും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കില്ലല്ലോ. എല്ലാവരുടെയും ലൈഫ് അങ്ങനെയാണ്, അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാവരുടെയും ഉണ്ടാവും. അത് ഡെഫിനറ്റ് ആയിട്ടും ഉണ്ട്. My life is very colorful and very eventful. അപ്പൊ so always എപ്പോഴും happy, sad, you know, it's like
കുറച്ച് ദിവസം ഹാപ്പി, കുറച്ച് ദിവസം സാഡ്, അങ്ങനെയാണ് നമ്മുടെ അതെ, ലൈഫിൽ. എല്ലാവരുടെയും. അപ്പോ അങ്ങനെയാണ്. ദാറ്റ് ഇസ് മൈ ലൈഫ് ആൻഡ് ഓൾ ടുഗദർ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ അല്ലെ? ഇപ്പൊ ലൈഫിൽ ഇതേപോലെ നമ്മുടെ സാഡ് ആയിട്ടുള്ള ഒരു അങ്ങനത്തെ ഒരു ടൈംസ് വരികയാണെങ്കിൽ, നമ്മൾ കുറച്ച് ഡൗൺ ആയിട്ടിരിക്കുന്ന ടൈം ഒക്കെ വരുവാണെങ്കിൽ, അവിടെ നിന്നും ദിവ്യനെ കമോൺ ചിയറപ്പ് എന്നുള്ള ഒരു രീതിയിലേക്ക് തിരിച്ച് ആ ഒരു ചിയർഫുൾ ലൈഫിലേക്ക് കൊണ്ടുവരുന്ന ഫാക്ടേഴ്സ് അതെന്തൊക്കെയായിരിക്കും? മൈ മോം, മൈ പേരൻസ്, they know ഞാൻ ഡൗൺ ആയിരിക്കുമ്പോൾ ഐ പ്രിഫർ ടു ബി അച്ഛൻ്റെ അമ്മയുടെ പേര്? മമ്മി ചന്ദ്രിക നാരായണ പിള്ളൈ, ഡാഡി നാരായണ പിള്ളൈ. ഓക്കെ, സോ അവരാണ് മെയിൻ ഇനിഷ്യേറ്റീവ് എടുക്കുക. അതെ അതെ അതെ. they know that I'm down എന്ന് അറിയുമ്പോൾ തന്നെ യൂഷ്വലി ഞാൻ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് ഞാൻ ലൈക്ക് എലോൺ ആയിട്ടിരിക്കുക. ഐ ഡോണ്ട് റിയലി മിങ്കിൾ ബിക്കോസ് ഞാനൊരു ബാഡ് മൂഡിലാണെങ്കിൽ അത് വേറെ ആൾക്കാരുടെ അടുത്ത് പകർത്തണ്ടല്ലോ. സോ ഐ പ്രിഫർ ബീങ് എലോൺ ബൈ മൈ സെൽഫ്. ആൻഡ് ദെൻ അത് കഴിയുമ്പോൾ ആ ഒരു ഫേസ് ഐ സിറ്റ് വിത്ത് മൈ സാഡ്നെസ്. ലൈക്ക് എന്തെങ്കിലും ഒരു ഗ്രീഫ് ഉണ്ടെങ്കിൽ ഐ സിറ്റ്. പക്ഷെ അപ്പൊ അത് റിക്കവർ ചെയ്തെടുക്കാൻ ടൈം കൂടുതൽ എടുക്കില്ലേ? But that's okay. പക്ഷെ വേറൊരു ക്രൗഡിൽ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിലേക്ക് പോകുമ്പോൾ നമ്മൾ നമ്മുടെ ആ വിഷമങ്ങൾ, നമ്മുടെ ആ ഒരു എന്തിലാണോ നമ്മൾ അപ്സെറ്റ് ആയിട്ടിരിക്കുന്നത് അതങ്ങ് മാറി നമുക്ക് പെട്ടെന്ന് അതിനകത്തുനിന്ന് ഒരു റിക്കവറി വരില്ലേ? ഫ്രണ്ട്സ് ഡു ഹെൽപ്പ്. ലൈക്ക് ഞാൻ പറയുന്നില്ല ദേ ഡോണ്ട് ഹെൽപ്പ് ആൻഡ് ഓൾ ദാറ്റ് സ്റ്റഫ്. ഡെഫിനറ്റ്ലി നമ്മൾ ചിലപ്പം പുറത്ത് പോകുമ്പോൾ. പക്ഷേ ബട്ട് സംടൈംസ് when you come back that sadness is still there. Exactly. You're not dealing with it. അപ്പോൾ നമ്മളൊരു ഒരു 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 കുറച്ച് നേരത്തേക്ക് നമ്മൾ അത് മറക്കുന്നു എന്നല്ലാണ്ട് you're not actually അതിനൊരു സൊല്യൂഷൻ നമ്മൾ തന്നെയല്ലേ കണ്ടുപിടിക്കുന്നത്. ശരിയാണ്. അപ്പോൾ ആ ഒരു സൊല്യൂഷൻ കണ്ടെത്തണമെങ്കിൽ ഐ സിറ്റ് വിത്ത് മൈ സെൽഫ്. ഐ സിറ്റ് വിത്ത് ദാറ്റ് സാഡ്നെസ്. ഐ സിറ്റ് വിത്ത് ആൻഡ് ഐ അനലൈസ്, ഓവർ അനലൈസ് എല്ലാം ചെയ്ത് ഐ കം ഔട്ട് ഓഫ് ഇറ്റ് ബൈ മൈ സെൽഫ്. ബിക്കോസ് അല്ലെങ്കിൽ അത് ഞാനൊരു ഞാൻ ചെറുപ്പമൊക്കെ ലൈക്ക് ലൈക്ക് വെൻ ഐ വാസ് സ്കൂളിലും ടീനേജേഴ്സ് ആ ഒരു പ്രായത്തിലൊക്കെ നമുക്കിപ്പം അന്നേരം നമ്മളൊക്കെ ഈ വിഷമം എന്നൊക്കെ പറയുന്നത് അത്ര വലിയ വിഷമങ്ങളൊന്നും ഇല്ല. പിന്നെ ബട്ട് നമ്മൾ ഫ്രണ്ട്സിന്റെ കൂടെ പോവും, മറക്കും, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബട്ട് നൗ things are more like adulthood takes you to a different level, like appo I realize that certain things that those sadness don't just go away unless and until you deal with them. And now you have to sit with it, understand എവിടെയാണ് നമ്മൾ like where do you go wrong or what could you have done differently. അങ്ങനെയൊക്കെ അത് ഇരുന്ന് പ്ലാൻ ചെയ്ത ഒരു ഇതിൽ then I come out of it. അപ്പൊ അങ്ങനെ നമ്മൾ തന്നെ അതിലേക്ക് ഒരു വൈസ് ആയിട്ടുള്ള ഒരു ഡിസിഷനിലേക്ക് എത്തുക അല്ലേ? എന്നിട്ട് എന്താ ചെയ്യുക? ഓക്കെ, സോ ഐ ഷുഡ് ഡു ദിസ്, ഐ ഷുഡ് നോട്ട് ഡു ദാറ്റ് എന്നുള്ള ഒരു ഇതിലേക്ക് എത്തി നമ്മൾ തന്നെ നമ്മുടെ മൈൻഡിനെ മെച്യൂർ ആക്കി, മെന്റലി പ്രിപ്പയർ ആക്കി, അങ്ങനെ നമ്മൾ ആ സൊല്യൂഷൻ ഒന്നിലേക്ക് എത്തിപ്പെടുന്നു. ഇനി നമ്മൾ നമ്മുടെ ഇവിടെ ഒരു ഫോട്ടോ, ഒരു കൊളാഷ് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. നോക്കിയാൽ നല്ലൊരു ഫോട്ടോ, സാരി ഒക്കെ എടുത്തിട്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ ഫോട്ടോ ആണ്. പക്ഷെ നമ്മൾ വേറെയും കുറേയും കൂടെ ഫോട്ടോസ് ചെയ്തിട്ട് ഒരു ക്ലാഷ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ആ കൊളാഷിലേക്ക് പോവാം. ഇതില് ഒരു ഫോട്ടോ ഏറ്റവും ഇഷ്ടമായത് ഏതാന്ന് ഞാൻ ചോദിച്ചാൽ പറയാൻ പറ്റുമോ? അയ്യോ, വെരി ഡിഫിക്കൽട്ട്. എല്ലാം ഞാൻ ഒന്നിനൊന്നും ബെറ്റർ, എല്ലാ ഫോട്ടോസും ടു ഗുഡ് എല്ലാം. ഇതൊക്കെ പല പല ഓരോരോ നല്ല ഓരോ മൊമെന്റ്സിൽ എടുത്തതും അല്ലേ? കുറച്ച് ഫോട്ടോഷൂട്ടിലും പിന്നെ കുറച്ച് പേഴ്സണൽ ഫോട്ടോസും എല്ലാം കൂടെ. ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ദിവ്യക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കോസ്റ്റ്യൂം അപ്പൊ ഏതാ? എനിക്ക് സാരി ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സാരി ഉടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് കാഷ്വൽ ആയിട്ട് ചിലപ്പം പോകുമ്പോഴും ഞാൻ നമ്മുടെ സുട്ട ബോംബെ ഞാൻ കുറെ സാരീസ് അത് ഓൺലൈൻ ഞാൻ കുറെ ഉണ്ട് ഞാൻ വീട്ടില്. ബട്ട് ഈസി ആയിട്ട് പക്ഷെ സമയം എടുത്ത് ഞാൻ കുറച്ച്, പക്ഷെ എപ്പോഴും കുറച്ച് ലേറ്റ് ആയിരിക്കും ഞാൻ. ആണോ? അതുകൊണ്ട് പെട്ടെന്ന് എടുത്തിടാൻ പറ്റുന്ന ഡ്രസ്സസ് ഒക്കെ ചിലപ്പം ഇന്ത്യൻ വെയർ സൽവാർ അല്ലെങ്കിൽ ഡ്രസ്സസ് എനിക്ക് ഞാൻ ഹാങ് ചെയ്ത് എന്റെ കബോർഡിലുള്ള ഡ്രസ്സസ് ആയിരിക്കും ഏറ്റവും ഇട്ടിട്ട് പോവാനായിട്ട്. ഈ ലാസ്റ്റ് മിനിറ്റ് ആവാനുള്ള റീസൺ എന്താ?
എണീക്കാൻ വൈകുന്നത് കൊണ്ടാണോ അതോ എണീക്കാൻ വൈകുന്നോണ്ടല്ല, സംടൈംസ് ഐ ജസ്റ്റ് ടേക്ക് മൈ ടൈം. ചിലപ്പം ഞാൻ എൻ്റെ കണ്ണിന്റെ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ കണ്ണ് മേക്കപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടം? എനിക്കും അതെ, ഐ മേക്കപ്പ്. അതിന് എത്ര സമയം അതിന്റെ മുകളിൽ ഇരിക്കുക. അങ്ങനെ ചില സമയത്ത് സമയം പോകുന്ന അറിയില്ല. ഇതുപോലെ ഞാൻ എഞ്ചിനീയറിംഗിന് എനിക്ക് ആൻസേഴ്സ് എല്ലാം എൻ്റെ മൈക്രോ പ്രോസസർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സബ്ജക്റ്റ് ഉണ്ട്. സോ ഞാൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗാണ് ചെയ്തത്. എനിക്ക് എക്സാംസ് ഞാൻ തോറ്റിട്ടുണ്ട്. എനിക്ക് എല്ലാ ആൻസേഴ്സ് അറിയാം, പക്ഷെ പതുക്കെ എഴുതുള്ളൂ. കൊച്ചിലെ മുതലേ ഞാൻ എഴുതാൻ ഇത്തിരി സ്ലോ ആണ്. അപ്പൊ ഞാൻ എക്സാമിന് എഞ്ചിനീയറിംഗിന് തോറ്റ ആൻസേഴ്സ് എല്ലാം അറിയാം. അപ്പൊ ഭയങ്കര സന്തോഷം. എനിക്ക് ഞാൻ പഠിച്ച ആൻസേഴ്സ് എല്ലാം 80828 അങ്ങനെ മൈക്രോ പ്രോസസർ ചിപ്സ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം, പക്ഷെ അതൊക്കെ പതുക്കെ നല്ല വൃത്തിക്കൊക്കെ വരച്ച് അപ്പോഴത്തേക്കിനും 3 മണിക്കൂർ പോയി. പക്ഷെ ലൈഫിൽ അപ്പൊ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് വന്നതിന് ശേഷം പോലും കുറച്ചും കൂടെ സ്പീഡി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ അങ്ങനെ ഒരു സെൽഫ് ട്രെയിൻ ചെയ്യാ ഇല്ല, I'll just take my time. അതാണ് ഇവിടെ വൈകി വരാനുള്ള കാരണം. ഇന്ന് അതും പിന്നെ 2 പ്രാവശ്യം നമ്മുടെ ഓല ക്യാൻസൽ ചെയ്തു. എനിക്ക് വണ്ടി ഉണ്ടായിരുന്നു, പക്ഷെ അത് വേറൊരു ആവശ്യത്തിലേക്ക് പോയി. പിന്നെ ഓല 2 പ്രാവശ്യം വിളിച്ചു, 2 പ്രാവശ്യം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. സോ അതും ഉണ്ടായിരുന്നു. പക്ഷെ ദാറ്റ് ഇസ് നോട്ട് ദി ഓൺലി റീസൺ. താമസിക്കാൻ കാരണം ഈ ഐ മേക്കപ്പ് കൂടെ കുറച്ച് നേരത്തെ പറയും. ഒരു അരമണിക്കൂർ കൂട്ടി പറഞ്ഞാൽ മതിയോ? അതെ, അങ്ങനെയാ സാധാരണ അവര് പറയാം. അപ്പൊ ഞാൻ ചോദിക്കും, എന്റെ 9:30യോ അതോ നിങ്ങളുടെ 9:30യോ കറക്റ്റ് പറ. അപ്പൊ ഓക്കെ, ഇപ്പൊ ദിവ്യയുടെ അടുത്ത് ജോയിൻ ചെയ്യാനായിട്ട് വീഡിയോയിൽ നമുക്ക് ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. ആരാ നോക്കിക്കോളൂ. ആരാടപ്പാ? എന്തെങ്കിലും ചോദ്യം ചോദിക്കാനാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ ഒരു ചോദ്യമായിട്ട് എനിക്ക് പെട്ടെന്ന് ആലോചിക്കാൻ കിട്ടുന്നില്ല. പക്ഷെ ഞാൻ ഒരുപാട് ആലോചിച്ച് കഴിഞ്ഞപ്പോ ഒരു സംഭവം എനിക്ക് തോന്നി. നമ്മൾ ഒരുപാട് ട്രിപ്പുകൾ പോയിട്ടുണ്ട് നമ്മൾ ഗ്യാങ് ആയിട്ട്. അപ്പോ നാളെ നമ്മളൊരു ട്രിപ്പ് പോവാന്ന് വിചാരിക്കും. ആ ട്രിപ്പിൽ പോകുമ്പോ DP പെട്ടെന്ന് മഞ്ഞുമൽ ബോയ്സിലെ കുഴിയിൽ പോയ പോലെ ഒരു കുഴി നമ്മുടെ ഗ്യാങ്ങില് ആര് രക്ഷിക്കും എന്നാണ്, ആര് ഇറങ്ങി രക്ഷിക്കും എന്നാണ് DPയുടെ ഒരു വിശ്വാസം. അത് ചോദ്യം നമ്പർ 1. ഇനി ചോദ്യം നമ്പർ 2. ഇപ്പൊ ഇതുപോലെ തന്നെ ട്രിപ്പ് പോകുന്നു, നമ്മുടെ ഗ്യാങ് ആയിട്ട് നടന്നു പോകുമ്പോ നമ്മുടെ ഗ്യാങ്ങിലുള്ള ആര് കുഴിയിലേക്ക് പോയാലാണ് DP ആ കുഴിയിലേക്ക് ഇറങ്ങി അവർ രക്ഷിക്കുക? ഈ 2 ചോദ്യത്തിന് ഉത്തരം തന്നെ പ്ലീസ്. ഞാൻ ഒരുപാട് ആലോചിച്ച് ഞാൻ കണ്ടെത്തിയ ചോദ്യങ്ങളാണ്. ഒരുപാട് ആലോചിച്ച്. ആദ്യം ആളാരാന്ന് പറയൂ. ആളാരാണ്? എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കും. ലിജോ ലോനപ്പൻ നമുക്ക് എല്ലാവർക്കും യൂട്യൂബ് വഴി എല്ലാവർക്കും അറിയാം. ഈസ് വെരി ഫേമസ് ത്രൂ യൂട്യൂബ് ആൻഡ് ഇൻസ്റ്റഗ്രാം. ചിപ്പിയും ലിജോയുടെ ഓരോ റീൽസ് ഒക്കെ കണ്ട് എനിക്ക് അല്ലാതെ അറിയാവുന്ന 2 പേരെയും ത്രൂ നമ്മുടെ ഫ്രണ്ട് സർക്കിൾ അപർണ ജീവ നമ്മള് ഒരു ഷോ ചെയ്തായിരുന്നു അതെ. അപ്പൊ അതില് അപർണയും ജീവയും GPയും ഞങ്ങളെല്ലാരും നല്ല കൂട്ടായി. അപ്പൊ അങ്ങനെയാ ഞങ്ങൾ ട്രിപ്പ് പോവാൻ പ്ലാൻ ചെയ്ത് തുടങ്ങിയത്. ആ ഒരു ഗ്യാങ് ആണ് പോയത്. അതെ. ആദ്യം ഞങ്ങള് 4 പേര് വാഗമൻ എന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഇവരെന്നെ തട്ടിക്കൊണ്ടുപോയായിരുന്നു. എത്ര വർഷം മുമ്പ്? ഏത് ബർത്ത്ഡേ? 2021 അല്ല സോറി 2020. പക്ഷെ അതിനിടയിൽ ഇപ്പൊ ഇതിനകത്ത് ഇവര് ഫുൾ പറയണത് ദീപ്തി എന്നാണ്. DP ഞാൻ ദീപ്തി പറയണേ. ഓക്കെ, ദിവ്യ പിള്ളയുടെ DP വിളിക്കുന്നതാണ്. അപ്പോ അങ്ങനെ വാഗമൺ പോയി. അത് GP ആണെങ്കിൽ അവന്റെ യൂട്യൂബിൽ മൊത്തം ഇതാക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ഗോവ ഒരു ട്രിപ്പ് പോയായിരുന്നു. അതിനുശേഷമാണ് അന്ന് ലിജോന് വരാൻ പറ്റിയില്ല. അന്നാ ഞാൻ ആദ്യം ലിജോനെ കാണും. നമ്മൾ പോകുന്ന വഴിക്ക് നമ്മള് അവന്റെ അങ്കമാലിയാ ലിജോന്റെ വീട്. അപ്പൊ അതിന്റെ നമ്മള് മുമ്പിൽ കൂടെ പോയപ്പോ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് ജീവയുടെ ഫ്രണ്ട് ലിജോ, അങ്ങനെയാണ് ഞങ്ങള് പരിചയപ്പെടുന്നത്. അപ്പോ അവിടെ വെച്ച്
അവൻ്റെ അച്ഛന് വയ്യായിരുന്നു. അപ്പോൾ എന്തോ ഒരു ഇത് കാരണമാണ് നമ്മൾ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് 2021 പോകുമ്പോൾ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ പോയതാ. നമ്മൾ 8 പേരോ 8-9 പേരുണ്ടായിരുന്നു അതില്. അപ്പോൾ അങ്ങനെ ലിജോന് വരാൻ പറ്റിയില്ല. അതിനുശേഷം നമ്മൾ മൂന്നാറും ഒക്കെ കുറെ ട്രിപ്സ് പോയായിരുന്നു. അപ്പൊ അതിനൊക്കെ അങ്ങനെ ലിജോനെ പിന്നെ നമ്മുടെ ബർത്ത്ഡേ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉള്ള നിങ്ങളുടെ ഗാംഗിൽ ഒരാളാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും ലൈക്ക് ഒരു സെലിബ്രേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡെക്കറേഷൻസോ ഹി നോസ് കുറെ ആൾക്കാരെയൊക്കെ അറിയാം. നല്ല വെൽ കണക്റ്റഡ് പേഴ്സൺ ആണ് ലിജോ. അപ്പോൾ നമുക്ക് അങ്ങനെ നിങ്ങളുടെ ലോക്കൽ സപ്പോർട്ട് ഇവിടെയുള്ള നിങ്ങൾക്ക് വേണ്ട കംപ്ലീറ്റ് ലോക്കൽ സപ്പോർട്ട്, നമ്മൾ ഇവിടെ പോണം എന്ത് ചെയ്യണം അങ്ങനെയൊക്കെ ചോദിച്ച് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ബിക്കോസ് ഹി നോസ് എല്ലാരെയും നിറയെ കോണ്ടാക്ട്സ് ഉള്ളത് കൊണ്ട് we can connect it. അതെ, അപ്പൊ നമുക്ക് എന്തെങ്കിലും എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് ഇനിയിപ്പോ അടുത്ത ട്രിപ്പ് അവൻ പ്ലാൻ ചെയ്യും എല്ലാം. അപ്പൊ അങ്ങനെയൊക്കെ അങ്ങനെയാണ് നിങ്ങളുടെ കാര്യങ്ങളും ഇതെല്ലാം കുറെ ഈസി ആക്കി തരും. നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ ആരെങ്കിലും ഒരാൾ അങ്ങനെ ഉണ്ടാവുമല്ലോ. നമ്മള് എവിടെയെങ്കിലും ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോകുമ്പോ തന്നെ അവര് ഒരു ഐറ്റിനറി ഉണ്ടാക്കും. എളുപ്പത്തിന് പോവാനായിട്ടൊക്കെ ഞാൻ എല്ലാരെയും ഫോളോ ചെയ്ത് നമ്മളിങ്ങനെ കംഫർട്ട് സോണിൽ നിന്ന് ഞാൻ ഉണ്ടാവും. പക്ഷെ എനിക്ക് അറിയാവുന്നിടത്തോളം ദിവ്യ ഭയങ്കര ലക്കിയാണ്. ഒരുപാട് ഫ്രണ്ട്സ് ദിവ്യനെ ചുറ്റിപ്പറ്റി എപ്പോഴും നിറയെ ഫ്രണ്ട്സ് ഉണ്ട്. എപ്പോഴും ഇപ്പം പേഴ്സണലായിട്ട് എനിക്ക് അറിയാവുന്ന ദിവ്യയുടെ എന്തൊരു ഇത് വന്നാലും അവിടെയൊക്കെ ആ സന്തോഷത്തിന്റെ കൂടെ ആ ഒരു അത് സെലിബ്രേറ്റ് ചെയ്യാൻ ഫ്രണ്ട്സ് എപ്പോഴും കൂടെ ഉണ്ടാവാറുണ്ട്. സോ ആ ഒരു കാര്യത്തില് ടച്ച് വുഡ് ഭയങ്കര ഒരു ലക്കിയാണ് അല്ലേ? ഇത് ചെറുപ്പം മുതലേ ഇങ്ങനെ ഫ്രണ്ട്സിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിലും ആ ഫ്രണ്ട്ഷിപ്പ് അതൊക്കെ. ആക്ച്വലി ഐ ഹാവ് എ വെരി ക്ലോസ് സർക്കിൾ ഓഫ് ഫ്രണ്ട്സ്. എൻ്റെ ഫ്രണ്ട്സ് ഞാൻ പെട്ടെന്ന് എല്ലാവരുമായിട്ട് ക്ലോസ് ആവും. എല്ലാവരും പക്ഷേ ആസ് ഐ ഗ്രോ ഓൾഡർ ലൈക്ക് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പെട്ടെന്ന് എല്ലാവരും ക്ലോസ് ആവുന്ന വെച്ചാൽ നോട്ട് നെസസറി അവരെല്ലാവരും നമ്മുടെ ഗുഡ് ഫ്രണ്ട്സ് ആണ് അല്ലെങ്കിൽ ലൈക്ക് ക്ലോസ് ഫ്രണ്ട്സ് മനസ്സിലായി. ബിക്കോസ് ദേ ആർ അപ്പോൾ അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് സമയം എടുത്തു. I mean, now I know, like you know, like some certain friendships നമ്മൾ acquaintances ആയിട്ട് തന്നെ they are acquaintances and some are true friends. അപ്പോൾ എൻ്റെ close true friends they are always going to remain. അത് there are about 10-15 of them and that they are always അത് പല സ്ഥലത്തും ലൈക്ക് എൻ്റെ ചെറുപ്പം മുതലുള്ള ഇപ്പം നമ്മൾ എന്നും വിളിച്ചില്ലെങ്കിൽ എൻ്റെ കോളേജ് ഫ്രണ്ട്സ് ഉണ്ട്. വല്ലപ്പോഴേ നമ്മൾ സംസാരിക്കുള്ളൂ. പക്ഷേ they are always there in my heart and I know that എനിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ at any time they always എനിക്ക് വേണ്ടിയിട്ട് നല്ലതേ അവര് ചിന്തിക്കുള്ളൂ. അല്ലെങ്കിൽ അങ്ങനത്തെ അതും ഈ ഇൻഡസ്ട്രിയിലാവുമ്പോൾ ഭയങ്കര അങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് ആൾക്കാർ വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനത്തെ എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ സ്കൂളിലും കോളേജിലും പിന്നെ കുറച്ച് ഞാൻ ഇവിടെ പരിചയപ്പെട്ട കുറച്ച് പേരേ ഉള്ളൂ എനിക്ക് അങ്ങനെ. അപ്പൊ ദിവ്യ ഇപ്പൊ ഒരു സെലിബ്രിറ്റിയും കൂടെയാണ്, സിനിമ നായികയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നായികയാണ്. അപ്പം ആ ഒരു സ്റ്റാർഡം ഇത് ചെയ്തുകൊണ്ട് ആരെങ്കിലും ഫ്രണ്ട്ഷിപ്പ് അപ്രോച്ച് ചെയ്യാൻ അങ്ങനെ അത് ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ ഒരു നായികയുടെ ഫ്രണ്ട് ആണ് ഞാൻ എന്ന് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ? ഇല്ല അങ്ങനെ ഫ്രണ്ട് ആവാൻ വാട്ട് ആർ ദേ ഗോയിങ് ടു ഗെറ്റ്? അല്ല, ചില ആൾക്കാരുണ്ടല്ലോ കൂടെ നിന്നാൽ ഇന്നയാളുടെ ഫ്രണ്ട് ആണ് ഞാൻ എന്ന് പറയാൻ. കാരണം പലരുടെയും ഇൻസിഡൻസിൽ ഞാൻ ഇങ്ങനെ പലരുടെയും ലൈഫിൽ ഇങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെയൊന്നും അപ്രോച്ച് അങ്ങനെയൊന്നും അങ്ങനത്തെ ലൈക്ക് അത്രയും ഫ്രണ്ട്ഷിപ്സ് ഒന്നും അത്ര ഡീപ്പും ആവില്ല. അപ്പൊ ബിഫോർ ദാറ്റ് ഇറ്റ്സ് വിൽ ഫിസിൽ ഔട്ട്. ലൈക്ക് ഐ ഡോണ്ട് ഹാവ് അങ്ങനെ ലൈക്ക് ഈവൻ ഞാനും ഞാൻ പറയണു ലൈക്ക് ഐ ഹാവ് എ ലോട്ട് ഓഫ് ഗുഡ് ഫ്രണ്ട്സ്. ഈവൻ ഐ ഹാവ് ടു ഓൾസോ ബി എ ഗുഡ് ഫ്രണ്ട്. നോ, അപ്പോൾ ഈവൻ ഐ ഹാവ് ടു റെസിപ്രോക്കേറ്റ് ദാറ്റ് കൈൻഡ് ഓഫ് എ തിങ്. അപ്പൊ എന്റെ അടുത്ത് എങ്ങനെയാണോ അങ്ങനെ ഐ എം യൂഷ്വലി എ റിഫ്ലെക്ഷൻ ഓഫ് ദി അതർ പേഴ്സൺ. നമ്മുടെ അടുത്ത് എങ്ങനെയാണോ ദാറ്റ്സ് ഹൗ ഐ ആം ടുവേർഡ്സ് യു. സോ അങ്ങനെയാണ് യൂഷ്വലി. അപ്പം സോ സംടൈംസ് ഇറ്റ് വിൽ ഫിസിൽ ഔട്ട്. സാധാരണ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ഒക്കെ ദേ ടേക്ക് ദി എഫേർട്ട്. സത്യം പറഞ്ഞാൽ ഐ ആം എ വെരി ലൈക്ക് എന്താ പറയാ എക്സ്ട്രോവേർട്ട് ആയ ഒരു ഇൻട്രോവേർട്ട് ആണ്. ബിക്കോസ് എന്താ ഒരു ലൈക്ക് ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്ലെയിൻ. ലൈക്ക് ഐ ലൈക്ക് ബീയിങ് ബൈ മൈ സെൽഫ്. ബട്ട് എത്ര നേരം വേണമെങ്കിലും weeks on and everything. Like I like being by myself. Then it's my friends who actually take the effort of like they come and they're like okay baba namukku idu cheyyam. Then I just irikkan pattum Divya weeks. Seriously? Yeah I prefer being other.
and I enjoy my own company. ചായ കുടിക്കോ? Yeah, sure. എന്നാ നമുക്ക് ചായ കുടിച്ചോണ്ട് സംസാരിക്കാം. ബ്ലാക്ക് ടീ Yes. ഓക്കെ ആണോ? Perfect. ഞാൻ ചോദിക്കണമെന്ന് വിചാരിക്കായിരുന്നു. എനിക്കൊരു ചായ കിട്ടുമോ? കണ്ടോ, ഞങ്ങള് മൈൻഡ് റീഡ് ചെയ്തു, അതാണ് സംഭവം. Thank you. കഴിക്കാൻ എന്തെങ്കിലും വേണോ? കഴിച്ചോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. ഞാൻ ഇന്നലെ ലേറ്റ് ആയിട്ട് കിടന്നുകൊണ്ട് രാവിലെ ഒന്നും കിട്ടിയില്ല. അല്ലല്ല, ഞാൻ തന്നെ ഉണ്ടാക്കണമല്ലോ. ആണോ? നൈറ്റ് കുക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുക്കിങ്ങും ഒക്കെ. ചിലപ്പോ മടിയായുള്ള ദിവസം ഞാൻ സ്വിഗ്ഗിയാണ് എന്റെ ജീവിതം. എന്നാ അപ്പൊ ഇന്ന് രാവിലെ എന്താ കഴിച്ചേ? ഞാനൊന്നും കഴിച്ചിട്ടില്ല. അപ്പൊ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇവിടെ നമ്മൾ മനസ്സിൽ എന്ത് വിചാരിച്ച് പ്രാർത്ഥിച്ചാൽ അവിടെ ഇങ്ങനെ നടക്കുന്ന കുറച്ച് മാജിക് പവർ ഒക്കെ ഈ ഫ്ലോറിനുണ്ട്. സൂക്ഷിച്ച് വൈറ്റ് ഡ്രസ്സാണ്, ചായ ദേഹത്ത് വീടരുത്. അതില് ഹോൾഡ് ചെയ്തുകൊണ്ട് കണ്ണടച്ച് കൈ നീട്ടിക്കോ, എന്തെങ്കിലും നമുക്ക് ഇവിടെ ഒരു ഭക്ഷണം കിട്ടും. അതെ, ആണോ? അങ്ങനെയാണോ? അന്നാ ചായ വേണ താഴെ വെച്ചോ, ഒരു സിപ്പ് എടുത്തോ. പണി കിട്ടി. നമുക്ക് വീഡിയോയിലെങ്കിലും കിട്ടും, ഒന്നും കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ വീഡിയോയിൽ കിട്ടാൻ. രണ്ട് സിപ്പ് എടുത്തിട്ട് താഴെ വെച്ചോ, അപ്പൊ എന്തേ സാധനം വരും. അതെ. ഇങ്ങനെ നിക്കണം, ഇങ്ങനെ കൈവച്ച് നിന്നാൽ സംഭവം എന്തൊക്കെയോ. ഇപ്പൊ ഭക്ഷണം അവിടെ വെച്ചോ, താഴെ വെച്ചോ, അല്ലെങ്കിൽ അതല്ലേ മോർ ഈസി എടുക്കാൻ. അതെ. ഇനി കണ്ണടച്ചിട്ട് കൈ നീട്ടിയിരുന്നോ. ഇപ്പൊ എന്തെങ്കിലും ഭക്ഷണം, ഞാനും ഒന്നും കഴിച്ചിട്ടില്ല, നമുക്ക് എന്തെങ്കിലും കിട്ടുമോ? ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണോ? കിട്ടിപ്പോയി എനിക്ക് നോക്കട്ടെ. എനിക്കും അതെ കിട്ടി. ഞാൻ പറഞ്ഞു നമ്മള് വിശന്നിരിക്കുമ്പോൾ അല്ല, നമുക്ക് കറക്റ്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനം തന്നെ കിട്ടിയത്. റോബസ്റ്റ് ചെയ്തോണ്ട് പിന്നെ കുഴപ്പമില്ല. എന്തോ ഒരു ഇവിടുത്തെ അശരീരി പറയുന്നുണ്ട്, വണ്ണം കുറയ്ക്കും. നമ്മൾ രണ്ടുപേരോടും പറയുന്നുണ്ട്. അതാണ് ഡയറ്റിന് പറ്റിയ രീതിയിൽ ഡയറ്റ് ഫുഡ് ഒക്കെ തന്നത്. ഞാൻ മനസ്സിലോർത്തത് കട്ട്ലറ്റ് ആയിരുന്നു. എന്താ? ഞാൻ കേട്ടില്ല. മനസ്സിലോർത്തത് കട്ട്ലറ്റ്. ഈ ദിവ്യയുടെ ചിരി കാണുമ്പോ എന്ത് രസാ, നല്ല രസമാണ്. ഞാൻ വേറൊരു ചിരിയും കൂടെ, ദിവ്യയുടെ വേറൊരു ചിരിയുണ്ട്, അതും കൂടെ കാണിച്ചു തരാം. നോക്കേ, അത് അട്ടഹാസമായിരിക്കും. നോക്കട്ടെ. ചായ കുടിച്ചോട്ടോ ഇടയ്ക്ക്. അത് ഉണ്ണിനെ പറ്റിയല്ലേ? അതെന്താ സംഭവം? എവിടെ നടന്നു ഇവന്റ്? റോക്കറ്ററിയുടെ ഇവന്റ് ആയിരുന്നു. വിജയ് മൂലൻ ആയിരുന്നു അതിന്റെ പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ അവര് അതിന്റെ റോക്കറ്ററി സിനിമയുടെ ലോഞ്ച്, ട്രെയിലർ ലോഞ്ച് ആണോ എനിക്ക് ഓർമ്മയില്ല, അതോ ടൈറ്റിൽ ലോഞ്ച് ആയിരുന്നോ എനിക്ക് അങ്കമാലി, അതോ അറ്റ്ലക്സിൽ വെച്ചിട്ട് അത് ടൈറ്റിൽ അതെന്തായിരുന്നു തോന്നുന്നുണ്ട്. എനിക്ക് ഓർമ്മ അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അതോ അതിന്റെ സക്സസ് ആയിരുന്നു എനിക്ക് അറിയില്ല. ഏതോ ഒരു കുറെ ഫംഗ്ഷൻസ് ഉണ്ടായിരുന്നു അവർക്ക്. ബിക്കോസ് അതിന്റെ ഇഷ്ടം പോലെ ലൈക്ക് they were celebrating that movie and that movie was to be celebrated. സോ അന്നേരം ഉണ്ണി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉണ്ണി സ്റ്റേജിൽ വിളിച്ചിട്ട് രഞ്ജിനി ഇങ്ങനെ സംസാരിക്കുകയാണ്. രഞ്ജിനി ഹരിദാസ് ഇങ്ങനെ ഉണ്ണിനെ പറ്റി ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യായിരുന്നു. ഉണ്ണി ആക്ടറാണ്, പ്രൊഡ്യൂസറാണ്. ഉണ്ണി പ്രൊഡ്യൂസർ മാത്രമല്ല, എന്താണ് സിംഗർ. പാട്ട് പാടാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാ ഉണ്ണിക്ക് ഭയങ്കര ഇഷ്ടം. ഉണ്ണി ഇവിടെ വന്നിരുന്നു, നമ്മുടെ ഷോയിൽ വന്നിട്ടുണ്ട്. അപ്പം ഉണ്ണി ഒന്ന് പാടിയല്ലോ, ഒന്ന് പാടി ഉണ്ണി, ഒന്ന് പാട്ടൊക്കെ പാടി തന്നു. അതെ അവന്റെ ഒരു ഫേമസ് തമിഴ് പാട്ടുണ്ട്. ഏത് പാട്ടാ പാടിയെന്ന് എനിക്ക് ഇപ്പൊ പെട്ടെന്ന് ഓർമ്മയില്ല. അത് ഭയങ്കര ഫേമസ് പാട്ടാ. ആണല്ലേ? ഒരു റൊമാൻറ്റിക് സോങ് പാടി. അതന്നെ ആയിരിക്കും ഉണ്ണി ഒരെണ്ണം പാടി. ഏത് കോളേജ്, നമ്മളന്ന് ഷഫീഖിന്റെ സന്തോഷം നമ്മള് അങ്ങനെയാണ് ഉണ്ണിനെ പരിചയപ്പെട്ടെ. അങ്ങനെ. അതിന് മുമ്പ് ഞാൻ കണ്ടത് നമ്മുടെ ഷോയില് സി കേരളം, ഞാൻ ജഡ്ജായിട്ടിരുന്നപ്പോൾ ഷോയില് വന്നിട്ടുണ്ടായിരുന്നു. GP-യുടെ ഫ്രണ്ട് ആയിരുന്നു. അപ്പൊ അങ്ങനെ ആ ഷോയില് ഞങ്ങൾ പരിചയപ്പെട്ടു. പിന്നെ അത് കുറച്ചുകൂടെ അടുത്ത് പരിചയപ്പെട്ടത് മൂവിയില് ഞങ്ങള് സിനിമ ഒരുമിച്ച് ചെയ്തപ്പോ ഇറ്റ്സ് വെരി ലൈക്ക് എന്താ പറയാ, എനിക്ക് ഭയങ്കര ലൈക്ക് ഒരു സ്നേഹം തോന്നുന്ന ഒരു ക്യാരക്ടറാണ്. ലൈക്ക് ഈസ് വെരി സ്വീറ്റ്, യുനോ. കാണാൻ ഭയങ്കര ജിമ്മും ഭയങ്കര സ്മാർട്ട്. അപ്പൊ എനിക്ക് ആ ഒരു രീതിയിൽ. ഇതേപോലെ ഇൻഡസ്ട്രിയിൽ കൂടുതൽ അടുപ്പമുള്ള വേറെ ആരൊക്കെയായിട്ടാ? ധ്യാൻ എനിക്ക് ഭയങ്കര ലൈക്ക്. ധ്യാനായിട്ട് നിങ്ങൾ ഒരുമിച്ച് 2 സിനിമ ചെയ്തിട്ടുണ്ട്.
ഏതായിരുന്നു അത്? ഒരു ജയിലർ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിട്ടുണ്ട്. ശരിയാ ശരിയാ ശരിയാ. ഓ ആ, അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ID the Fake എന്ന് പറഞ്ഞിട്ടൊരു ഓക്കെ ഓക്കെ ഓക്കെ, ഇപ്പൊ film ഉണ്ട്. അത് മനസ്സിലായി. അത് ഇറങ്ങിയിട്ടില്ല. ദാറ്റ്സ് ഇൻ ദ പൈപ്പ് ലൈൻ. എനിക്ക് മനസ്സിലായി അത് രണ്ടും. അപ്പൊ ഈ രണ്ട് സിനിമ ചെയ്തിട്ടാണ്. അപ്പൊ എനിക്ക് ധ്യാനെ അങ്ങനെ അറിയാം. ഓക്കെ. ധ്യാനമൊക്കെ ആയിട്ട് വളരെ പെട്ടെന്ന് നമ്മൾ അതെ അതെ. അടുക്കുന്ന അയ്യോ ഭയങ്കര അതിനെങ്ങനെ നിങ്ങൾ അറിയാം. പക്ഷെ വെരി ധ്യാന്റെ ഒരു കാര്യം എല്ലാരും മനസ്സിലാക്കാത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ പുള്ളിനെ എന്താ പറയാ ട്രസ്റ്റ് ചെയ്തിട്ടാണല്ലോ ഓരോ പുതിയ സിനിമാക്കാരും ഒക്കെ കുറെ പേർക്ക് അങ്ങനെ ഹിസ് ഗിവൺ കുറെ സിനിമകൾ ചെയ്തിട്ട് ലൈക്ക് ഹി വോണ്ട് ടു ഡു എ ലോട്ട് ഓഫ് ഫിലിംസ്. അങ്ങനെ സിനിമ ചെയ്ത് കുറെ ന്യൂ ഡയറക്ടേഴ്സ് ഒക്കെ ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോ അവരൊക്കെ ഞാൻ ഇപ്പൊ ഈ രണ്ട് സിനിമയിൽ ഞാൻ കണ്ടത് ധ്യാനാണെങ്കിൽ ഭയങ്കര സീരിയസ് ആയിട്ടാണ് സെറ്റിൽ വരുമ്പോ ഈ കളി ചിരിയൊക്കെ ഉണ്ടെങ്കിലും ആക്ഷൻ പറയുമ്പോൾ ഹീസ് എ ഡിഫറെന്റ് പേഴ്സൺ. ആൻഡ് ആ ക്യാരക്ടറിലേക്ക് ചേരുന്നു. പിന്നെ ആ ID the Fake നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് ഗ്ലിസറിൻ ഇടുന്നത് എനിക്ക് ഭയങ്കര അലർജിക്കാണ്. എനിക്ക് വെച്ചാൽ നീറ്റലിന്റെ അല്ല, പക്ഷെ എനിക്ക് ചില സമയത്ത് ഇറ്റ് മേക്ക് മൈ ഐസ് വെരി ഭയങ്കര ഡ്രൈ ആക്കും. അത് കഴിഞ്ഞ് ഇത് വന്നതിന് ശേഷം പിന്നെ എനിക്ക് ഐസ് ഗെറ്റ് വെരി ഇച്ചി. അപ്പോൾ ഇവരുടെ അടുത്ത് പറഞ്ഞു ആ കറക്റ്റ് ആ ഡ്രോപ്പ് ആ സമയത്ത് വീഴണം. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കരഞ്ഞോളാം ഞാൻ അത് വന്നോളാം. അപ്പോൾ ഞാൻ പറഞ്ഞു അവർ പറഞ്ഞു ഒന്നും ഗ്ലിസറിൻ. അപ്പോൾ 2 3 4 5 അപ്പോൾ അവർ പറഞ്ഞു ഒന്ന് ഗ്ലിസറിൻ ഇട്ടാ അത് ശരിയാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പൊതുവേ അങ്ങനെ സെറ്റില് ദേഷ്യപ്പെടുവോ അല്ലെങ്കിൽ ഇറിറ്റേറ്റ് ആവോ ഒന്നുമില്ല. ലൈക്ക് ഐ ഡോണ്ട്. പക്ഷെ അന്ന് എന്താന്ന് എനിക്കറിയില്ല, ദേഷ്യപ്പെട്ടു. ദേഷ്യമല്ല, എനിക്കൊരു ഭയങ്കര ഐ വാസ് ഇറിറ്റേറ്റഡ്. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ട. ഒച്ചപ്പാടല്ല, എനിക്ക് വേണ്ട, എനിക്കിത് ചെയ്യണ്ട, എനിക്ക് ലൈക്ക് എനിക്ക് ഗ്ലിസറിൻ വേണ്ട എന്ന് പറഞ്ഞപ്പോ അപ്പൊ അവൻ പറഞ്ഞു നിന്നെ ഒരിക്കലും ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ, എന്താ നിനക്കൊരു ഗ്ലിസറിൻ ഇട്ടാ പ്രശ്നം? അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയല്ലടാ എന്റെ കണ്ണ്. അപ്പൊ ഈസ് ലൈക്ക് നമ്മളൊരു ആക്ടർ ആകുമ്പോഴല്ലേ വി ഡോണ്ട് ഹാവ് ദാറ്റ് ലിബർട്ടി ഓഫ് അവനറിയായിരുന്നു എന്താണ് ഞാൻ അപ്സെറ്റ് ആയ കാര്യം എന്ന്. ഓൾ ഹി നോസ്. അപ്പോൾ ഹി വാസ് എക്സ്പ്ലെയിനിങ് വി ഡോണ്ട് ഹാവ് ദാറ്റ് ലിബർട്ടി. നമ്മളെ അപ്സെറ്റ് ആയി, നമ്മൾ അപ്സെറ്റ് ആണ്, നമ്മൾ സെറ്റിൽ വന്ന് അത് നമുക്ക് വേറൊരാള് നമ്മൾ എപ്പോഴും ഇങ്ങനെ ചിരിച്ചോണ്ട് യു ഹാവ് ടു ബി ദാറ്റ് ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ആൻ ആക്ടർ ഈസ് അബൌട്ട്. പിന്നെ നമ്മൾ പബ്ലിക്കിൽ വരുമ്പോൾ ദാറ്റ് ഈസ് ഹൗ യു ഷുഡ് ബി. എസ്പെഷ്യലി നമ്മൾ സെറ്റിൽ നമ്മുടെ ജോലി സ്ഥലത്ത് വരുമ്പോൾ യു ഡോണ്ട് ഹാവ് ദാറ്റ് ലിബർട്ടി ഓഫ് ബീയിങ് നമ്മുടെ പേഴ്സണൽ ഇമോഷൻസ് നമുക്ക് കാണിക്കാൻ പറ്റൂല. അത് അവിടെ ഇഷ്ടം പോലെ പ്രശ്നങ്ങളും ഇവർക്കൊക്കെ നീ ലൈറ്റിൽ പിടിച്ച് നിൽക്കുന്ന നിന്റെ ഒരു കണ്ണുനീര് വീഴാൻ വേണ്ടിയിട്ടാണ് ഒരു കാത്തു നിൽക്കുന്നത്. അപ്പോ നീ അത് മനസ്സിലാക്കുക. അപ്പോൾ അതെനിക്ക് ലൈക്ക് ആൻഡ് ദ വേ ഹൗ ഹി എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത് ദേഷ്യപ്പെട്ട് പറയാം, ഭയങ്കര ഇതായിട്ട് പറയാം, ലൈക്ക് ഹി ക്യാൻ ഗെറ്റ് വെരി ആംഗ്രി ബട്ട് ഹി സെഡ് ഇറ്റ് ഇൻ എ വെരി നൈസ് വേ ആൻഡ് ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ്. പിന്നെ അന്നേരം then I realized that yeah it's true. 10-50 പേര് ഇവിടെ നിൽക്കുന്നു, ഞാൻ എന്തെന്ന്. പിന്നെ നമുക്ക് തന്നെ ഒരു എനിക്ക് മറ്റുള്ളവരെ ലൈക്ക് ഒരു ബുദ്ധിമുട്ടാക്കണം എന്ന് എനിക്ക് ഒരിക്കലും താല്പര്യമില്ലാത്ത ഒരാളാണ്. അപ്പോൾ വാക്കിലൂടെയോ അല്ലെങ്കിൽ ഇതിലൂടെ ഐ ഡോണ്ട് ലൈക്ക് അപ്സെറ്റിംഗ് സമ്മൺ. അവരെന്നെ അപ്സെറ്റ് ചെയ്യിപ്പിച്ചാലും ഞാൻ തിരിച്ചങ്ങോട്ട് ചെയ്യണം ഒട്ടും എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ദേഷ്യപ്പെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. സോ അപ്പോ ആൻഡ് ഹീസ് ആൻഡ് അതുകൊണ്ട് അവൻ അങ്ങനത്തെ ഒരു കോ ആക്ടറിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം ലൈക്ക് സോ ദാറ്റ് ഹീസ് വെരി ഗുഡ് അറ്റ് ദാറ്റ്. അപ്പോൾ അങ്ങനെ ഹീസ് എ വെരി കൈൻഡ് ആൻഡ് ഹീസ് വെരി പ്രസന്റ് ഒരു ആക്ടറിന്റെ നിലയിലും. ഒരു അപ്പോൾ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ ബാക്കി ഡയറക്ടേഴ്സ് ഒക്കെ ചോദിക്കും ലൈക്ക് ചേട്ടാ ഇങ്ങനെ ചെയ്യാം, നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെ എടുക്കാൻ പറ്റുമോ എന്താ. ആൻഡ് ഹി ഹാസ് ദാറ്റ് നോളജ് ബിക്കോസ് ഹി ഈസ് വെരി വേഴ്സറ്റൈൽ ആർട്ടിസ്റ്റ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ കണ്ടുപഠിക്കുന്ന ഒരു കാര്യം, അതും ഉണ്ണി അതുപോലെ തന്നെ ഞാൻ കണ്ടേക്കുന്നത് വെച്ചാൽ അറിയാം എങ്ങനെയാണ്. അപ്പോൾ ഒരു ദേ ഹാവ് ദാറ്റ് ഡയറക്ടേഴ്സ് ആയി. ധ്യാൻ ശരിക്കും ഭയങ്കര ഒരു എന്താ പറയുക ഒരു കോൺഫിഡൻസ് പകർത്തുന്നതും പിന്നെ ഒരു ആൻഡ് ടെക്നിക്കൽ രീതിയിലും ടെക്നിക്കൽ ആസ്പെക്ട്സ് ഓൾസോ ഹി നോസ് വെരി വെൽ ഹൗ ടു ഹാൻഡിൽ തിങ്സ്. സോ
നമ്മൾ ഈ കാണുന്ന കളി ചിരി ആണെങ്കിലും when it comes to ആ ഒരു പ്രൊഫഷൻ ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് വളരെ സീരിയസ് ആയിട്ട് വളരെ ബ്രില്യന്റും ആണ് തിങ്സ് ഒക്കെ വളരെ വെരി ബ്രില്യന്റ്. അത് വിനീതും പറയും, അവൻ ഇങ്ങനെ ചിരിച്ച് കളിച്ച് വെച്ചിട്ട് നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്, ഹി ഈസ് വെരി ബ്രില്യന്റ്. അവന് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് അത് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും അത് തിങ്സ് എല്ലാം ഇത് ചെയ്യാനും അറിയാമെന്ന്. പൂജയെ കുറിച്ച് എന്തൊക്കെ കുറ്റം ഇവിടെ പറഞ്ഞോണ്ടിരുന്നെന്ന് അല്ലല്ലോ അവള് പറഞ്ഞോണ്ടിരിക്കുന്നു. You didn't call me. You forgot me. You don't think about me. Why do you not call me, da?